മഴക്കാലം വരും, മഴ പെയ്യും. അല്പം നേരത്തെയോ അല്പം വൈകിട്ടോ ആവാം എന്ന് മാത്രം. എന്തായാലും മഴ എത്തും മുമ്പേ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായി കൊടുവായൂർ പഞ്ചായത്ത്. ജില്ലയിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ കൊടുവായൂർ പഞ്ചായത്തിൽ മഴക്കാലത്ത് മാലിന്യ പ്രശ്നം രൂക്ഷമാകാറുണ്ട്. പ്രധാന പച്ചക്കറി മാർക്കറ്റായ കൊടുവായൂർ ടൗണിലെ പ്രധാന പ്രശ്നവും പച്ചക്കറി മാലിന്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്ന മുൻകാല പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നത്. മഴക്കാലത്തിനു മുന്നേ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തി. മഴക്കാലത്തും കൊടുവായൂർ ടൗൺ ക്ലീൻ ആക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് പഞ്ചായത്ത്. കൊടുവായൂർ ടൗണിൽ ശനിയാഴ്ച രാവിലെ തന്നെ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. കൊടുവായൂർ ടൗണും പരിസര പ്രദേശങ്ങളുമാണ് ശുചീകരിച്ചത്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാപ്രവർത്തകർ, വ്യാപാരികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, NCC, NSS വളണ്ടിയർമാർ, പഞ്ചായത്തിലെ നീന്തൽ താരങ്ങൾ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ അണിചേർന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് V. മുരുകദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ കൊടുവായൂരിനെ സംബന്ധിച്ച് മാലിന്യ പ്രശ്നം വളരെ രൂക്ഷമായി നിൽക്കുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ എല്ലാ മഴക്കാലത്തും ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ക്ലീനിങ് പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അത് നമ്മളുടെ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ പഞ്ചായത്തും ചേർന്നുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വലിയൊരു ജനകീയമായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും കൊടുവായൂർ ഗ്രാമപഞ്ചായത്തിന് പേരിൽ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. തുടർന്നും നമ്മുടെ പഞ്ചായത്തിനെ ശുചിത്വമായി സംരക്ഷിക്കേണ്ട ചുമതലകളും കർത്തവ്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തികൾ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഈ നമ്മളുടെ ശുചീകരണ യജ്ഞത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം കൂടി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുള്ള ഒരു പ്രവൃത്തി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഈ നമ്മളുടെ ശുചീകരണ യജ്ഞത്തിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ബോധവൽക്കരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ശുചീകരണ യജ്ഞം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വൈസ് പ്രസിഡന്റ് രജിത ദിലീപ് അധ്യക്ഷയായി. N. അബ്ബാസ്, K. ജയപ്രകാശ്, പ്രിയ സുരേഷ്, ഡോക്ടർ ഹസീന എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.